ഹായ് 2026 ക്യൂറ്റ് എക്സാമിനേഷന് തയ്യാറെടുക്കുന്ന ആളുകളാണ് നിങ്ങൾ. ഇതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേപ്പറാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. 50ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിനകത്ത് 40 നിർബന്ധമായി നമ്മൾ അറ്റൻഡ് ചെയ്യണം. 60 മിനിറ്റാണ് നമുക്ക് ആകെ മുമ്പിലുണ്ടാവുക. വിദ്യാർത്ഥികളുടെ ലാംഗ്വേജ് പ്രൊഫഷൻസി അത് റീഡിംഗ് പാസേജ് അല്ലെങ്കിൽ റീഡിംഗ് കോംപ്രിഹെൻഷനിലൂടെയാണ് അന്വേഷിക്കുന്നത്. 3 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. നറേറ്റീവ് ഉണ്ടായിരിക്കും, ഫാക്ച്വൽ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ലിറ്റററി. പിന്നെ നമുക്ക് വേർബൽ എബിലിറ്റി എന്ന് പറഞ്ഞിട്ടും അതുപോലെ തന്നെ ഗ്രാമർ, വൊക്കാബുലറി എന്നീ പറയുന്ന ഏരിയാസ് എന്നൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. മെയിനായിട്ട് ഏതാണ് ഇവിടെ സിലബസ് എന്ന് പറയുന്നത് NTA നടത്തുന്ന എക്സാം ആയതുകൊണ്ട് തന്നെ +2 CBSEക്കാർക്ക് അവർ പഠിച്ചിട്ടുള്ള ഒരു ഏരിയ ആണ്, അല്ലെങ്കിൽ അവിടെ നിന്നാണ് കൂടുതലും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഇവിടെ ഏറ്റവും കൂടുതൽ വെല്ലുവിളി ഉണ്ടാകുന്നത് നമ്മുടെ സ്റ്റേറ്റ് സിലബസിൽ പഠിച്ചു വന്ന കുട്ടികൾക്കാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഹയർ സെക്കൻഡറിയിൽ കൃത്യമായിട്ട് ഒരുപാട് ഇത്രയും ഗ്രാമറൊന്നും പഠിച്ചിട്ടില്ല. മാക്സിമം ഒരു 10 മാർക്സിനൊക്കെയുള്ള ഗ്രാമറേ അവർ പഠിക്കുന്നുള്ളൂ. സോ കുറച്ചുകൂടെ ഹയർ ലെവൽ ഓഫ് നോളജാണ് ഇവിടെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഇവിടെയാണ് സൈലത്തിൻ്റെ ലാംഗ്വേജ് ലാബിൻ്റെ ഇമ്പോർട്ടൻസ്. ലാംഗ്വേജ് ലാബിൽ നമ്മൾ കൃത്യമായ രീതിയിൽ ഇംഗ്ലീഷിൽ എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരിക, ആ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് നിങ്ങളെ ആ ഒരു ഏരിയയിലേക്ക് നിങ്ങളെ കൃത്യമായിട്ട് കൊണ്ടുവരികയാണ് നമ്മൾ ചെയ്യുന്നത്. മുൻ വർഷങ്ങളിലൊക്കെ നമ്മൾ ലാംഗ്വേജ് ലാബ് അടിപൊളിയായിട്ട് റൺ ചെയ്തതാണ്. സോ മാത്രമല്ല നിങ്ങൾക്ക് യൂട്യൂബിൽ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ സൈലത്തിൻ്റെ ആപ്പിൽ നിങ്ങൾക്ക് ക്യുവറ്റിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ പ്രിപ്പറേഷൻ ബാച്ചുകളുണ്ട്. അവിടെ നിങ്ങൾക്ക് ബേസ് അതുപോലെ ഇൻഫിനിറ്റീവ് പോലെയുള്ള നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പേപ്പേഴ്സിന് അടങ്ങുന്ന ബാച്ചുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതുമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓൾറെഡി ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇതിനകത്ത് ജോയിൻ ചെയ്താൽ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡി നിങ്ങൾക്ക് അവിടെ കിട്ടും. ഇനി നമ്മൾ കമ്മിങ് ബാക്ക് ടു ദ ലാംഗ്വേജ് ലാബ്, ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ എറർ ഡിറ്റക്ഷൻ എന്ന് പറയുന്ന വേർബൽ എബിലിറ്റിയിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് ആദ്യത്തേത്. പാർട്ട് ഓഫ് ദ ഡിഫറൻസ് between the films and its relative achievements derives from the source novels എന്നാണ് ചോദ്യമുള്ളത്. ഇവിടെ ഇതിന് 3-4 ഓപ്ഷൻസ് ആയിട്ട് തന്നിട്ടുണ്ട്. ഇതിൽ എവിടെയോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ആ മിസ്റ്റേക്കുള്ള ആൻസർ മാത്രം നമ്മൾ, അല്ലെങ്കിൽ ആ ഒരു ഓപ്ഷൻ മാത്രമാണ് നമ്മൾ ടിക്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏതാണെന്ന് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. ഇവിടെ കറക്റ്റ് നോക്കുകയാണെങ്കിൽ പാർട്സ് ഓഫ് ദ ഡിഫറൻസ് മിസ്റ്റേക്സ് ഒന്നും കാണുന്നില്ല. ബിറ്റ്വീൻ ദ ഫിലിംസ്, സിനിമകൾ, ഓക്കെ, ആൻഡ് ഇറ്റ്സ് റിലേറ്റീവ് അച്ചീവ്മെൻറ്റ്സ്, അവിടെ തന്നെ നമുക്കൊരു മിസ്റ്റേക്ക് ഉണ്ട്. എന്ന് വെച്ചാൽ ആൻഡ് ഇറ്റ്സ് എന്ന് പറയുന്നത് എന്താണ് അവിടെ മിസ്റ്റേക്ക്? ഫിലിംസ് എന്ന് പറഞ്ഞാൽ പ്ലൂറലാണ് അല്ലേ? അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഓപ്ഷനിൽ, രണ്ടാമത്തെ ഓപ്ഷനിൽ ബിറ്റ്വീൻ ദ ഫിലിംസ് ആൻഡ് ഇറ്റ്സ് എന്ന് പറയാൻ പറ്റില്ല, ദെയർ എന്ന് പറയാം. അതിൻ്റെ അല്ലേ, അതിൻ്റെ എന്ന് പറയുമ്പോൾ അത് സിംഗുലർ ആയിട്ടുണ്ട്. ഫിലിംസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇറ്റ്സ് അല്ല, മറിച്ച് ദെയേഴ്സ് ആണ് ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഏരിയയിൽ നമുക്ക് എന്തുണ്ട്, ചോദ്യങ്ങൾ ഉണ്ടെന്നത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ സെക്കൻഡ് ആണ്, AB ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യനും ഒരു എറർ ഡിറ്റക്ഷൻ തന്നെയാണ്. ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റേ ഉള്ളൂ, ദീസ് ആർ ദ ബെസ്റ്റ് വിച്ച് ഹീ കുഡ് ഗെറ്റ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത്. ഇവിടെ എന്താ മിസ്റ്റേക്ക്? ദീസ് ആർ ദ ബെസ്റ്റ് വിച്ച് ഹീ കുഡ് ഗെറ്റ്. വലിയൊരു മിസ്റ്റേക്ക് ഒന്നും നമുക്ക് തോന്നുന്നില്ല അല്ലേ? പക്ഷെ ഒരു ചെറിയ ഒരു മിസ്റ്റേക്ക് ഉണ്ട് അവിടെ. വിച്ച് എന്ന് പറയുന്ന റിലേറ്റീവ് പ്രോണൗൺ നിങ്ങൾ കണ്ടില്ലേ? സാധാരണഗതിയിൽ നമുക്ക് വിച്ചും ദാറ്റും ഒക്കെ യൂസ് ചെയ്യാം. എവിടെ? ഈ പറയുന്ന ഒബ്ജക്ട്സ് ആണെങ്കിൽ അല്ലേ? പക്ഷേ ഇവിടെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. എന്ന് വെച്ചാൽ ഒബ്ജക്റ്റിനെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ വിച്ചും ഉപയോഗിക്കും, അതുപോലെ തന്നെ ദാറ്റും നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഇവിടെ ഈ പറയുന്ന സെൻറ്റൻസിൻ്റെ അകത്ത് നമുക്ക് സൂപ്പർലേറ്റീവ് ഡിഗ്രി ആയിട്ടുള്ള അഡ്ജക്റ്റീവ് വന്നിട്ടുണ്ട്. ആരാണ്? ബെസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഈ ബെസ്റ്റ് എന്ന് പറയുന്ന സൂപ്പർലേറ്റീവ് ഡിഗ്രിയുടെ മുൻപിൽ നമ്മൾ ദാറ്റാണ് യൂസ് ചെയ്യുക. ഹൂവോ അല്ലെങ്കിൽ ഈ പറയുന്ന വിച്ചോ ഒന്നുമല്ല നമ്മൾ യൂസ് ചെയ്യുക. ആ ഒരു കാര്യമാണ് നമ്മളവിടെ പഠിക്കാനുള്ളത്. ഓക്കെ, സോ സെക്കൻഡ് ആൻസർ, അതിന് സെക്കൻഡ് ക്വസ്റ്റ്യനിൽ മിസ്റ്റേക്ക് എന്താണെന്ന് പറഞ്ഞാൽ ബെസ്റ്റ് വിച്ച് എന്ന് പറയുന്നതിന് പകരം നമ്മൾ എന്താക്കണം, ദ ബെസ്റ്റ് ദാറ്റ് എന്ന് ആക്കിയാൽ മതി. സോ മൂന്നാമത്തെ ചോദ്യം നിങ്ങൾക്കുള്ള ചോദ്യമാണ്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഈ താഴെ ഈ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഉത്തരം എഴുതുക. തോ ഹി ഈസ് റിച്ച് ബട്ട് ഹി ഈസ് കൈൻഡ് എന്ന് പറയുന്ന സെൻറ്റൻസിനകത്തൊരു മിസ്റ്റേക്ക് ഉണ്ട്. തോ ഹി ഈസ് റിച്ച് ബട്ട് ഹി ഈസ് കൈൻഡ് എന്ന് പറയുന്ന ഈ സെൻറ്റൻസിൻ്റെ അകത്ത് എവിടെയോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഏതൊരു വേർഡിനെ റീപ്ലേസ് ചെയ്യേണ്ടതുണ്ട്. സോ താഴെ നിങ്ങൾ കമൻറ്റ് ബോക്സിനകത്ത് നിങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ ഫോളോ ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റിന് വേണ്ടിയിട്ടും ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ടും. താങ്ക് യു.